Hello friends, welcome back to my channel Study with DJ. ഇപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡയമെൻഷണൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസിന്റെ കണ്ടിന്യൂസ് വീഡിയോ ആയിട്ട് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഡയമെൻഷണൽ അനാലിസിസിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് പറഞ്ഞു. 3 ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, ഫൈൻഡ് ഔട്ട് ദ ഡയമെൻഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഇൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കിട്ടുവാണെങ്കിൽ അതിനകത്തുള്ള കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് ഇത് നമ്മളെ വളരെയധികം സഹായിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് പറയാനായിട്ട് പോകുന്നതും നമ്മൾ 3ാമത്തെ ആപ്ലിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൺവേർട്ടിംഗ് ദ യൂണിറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം എ സിസ്റ്റം ടു അനദർ സിസ്റ്റം. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വളരെയധികം യൂസ്ഫുൾ ആണ്. അതായത് ഇപ്പം നമുക്കിപ്പം SI യൂണിറ്റ് അല്ലെങ്കിൽ SI സിസ്റ്റത്തിൽ നമുക്കിപ്പോൾ ഒരു യൂണിറ്റ് തന്നിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതിൽ നിന്നും നമുക്ക് മറ്റേതൊരു യൂണിറ്റിലേക്കും അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട്, ഫോർ എക്സാമ്പിൾ CG സിസ്റ്റത്തിലേക്കോ MKS സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ FPS സിസ്റ്റത്തിലേക്കോ, അപ്പം ഏതൊരു സിസ്റ്റത്തിലേക്കും ഇത് SI യൂണിറ്റിൽ നിന്ന് മാത്രമല്ല CGS ൽ നിന്നും MKS, FPS, SI സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ FPS ൽ നിന്ന് SI, CGS, MKS ൽ നിന്ന് CGS, SI, അതുപോലെ തന്നെ FPS സിസ്റ്റം. അപ്പം അങ്ങനെ നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഡയമെൻഷണൽ അനാലിസിസ് വളരെയധികം ആപ്ലിക്കബിൾ ആണ്. സോ അതെങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ എഴുതുന്ന ഫോം, ഡയമെൻഷൻസ് നമ്മൾ എഴുതുന്ന ഫോം എന്താണ്? MLT എന്ന ഒരു ഫോമിലാണ് നമ്മൾ ഡയമെൻഷൻസ് എഴുതാറ്. ഓക്കെ, നമുക്കറിയാം ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ആണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ എത്ര സിസ്റ്റമാണ് ആകെ വരുന്നത്? 2 സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സിസ്റ്റം തന്നിരിക്കും. ആ സിസ്റ്റത്തിനെ സിസ്റ്റം 1 എന്ന് ഞാൻ എടുക്കുവാണ്. അതുപോലെ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് മറ്റൊരു സിസ്റ്റത്തിലേക്കായിരിക്കും. അത് സിസ്റ്റം 2 എന്ന് ഞാൻ എടുക്കുന്നു. അപ്പം ഈ സിസ്റ്റം 1നെയും സിസ്റ്റം 2നെയും നമുക്ക് 2 രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിയുക. അത് നമ്മൾ 1, 2 എന്ന് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ തരും. ആ ന്യൂമറിക്കൽ വാല്യൂവിനെയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 കിലോഗ്രാമിനെ മറ്റേതെങ്കിലും ഒരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഗ്രാമിലേക്ക് ആയിരിക്കാം കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് കിലോഗ്രാമിൽ നിന്ന് ഗ്രാമിലേക്ക് മാറുന്നു. അപ്പൊ ഇവിടെ 5 കിലോഗ്രാം എത്ര ഗ്രാം ആണ് എന്നതാണ് ക്വസ്റ്റ്യൻ വരിക, അല്ലെ? അപ്പൊ നമുക്കറിയാം 5000 ഗ്രാം ആണ്. അപ്പൊ ഇവിടെ 2 ന്യൂമറിക്കൽസ് വരുന്നുണ്ട്. അപ്പൊ ന്യൂമറിക്കൽസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് N എന്ന രീതിയിലാണ്. N എന്നായിട്ടാണ് ന്യൂമറിക്കൽസിനെ റെപ്രസെന്റ് ചെയ്യാറ്. അപ്പം സിസ്റ്റം 1, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന സിസ്റ്റത്തിന്റെ ന്യൂമറിക്കലിനെ നമ്മൾ N1 എന്നായിരിക്കും എടുക്കുക. N1 എന്ന് കൊടുക്കുന്നു. അതിന്റെ കൂടത്തിൽ നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതിന്റെ ഡയമെൻഷൻ, അതായത് ഏത് യൂണിറ്റ് ആണോ ആ യൂണിറ്റിന്റെ ഡയമെൻഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പം MLT എന്നാണല്ലോ. അപ്പം M1/A പവേഴ്സ് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതുപോലെ L1/B ആൻഡ് T1/C. ഇതാണ് നമ്മൾ ആദ്യത്തെ സിസ്റ്റത്തിനെ ഇങ്ങനെയായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. N1 into M1/A, L1/B and T1/C. ഇനി ഇതേ സ്ഥാനത്ത് ഇതാണ് നമുക്ക് തരുന്നത്, ക്വസ്റ്റ്യൻ തരുന്ന ഫോം ഇങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ് മറ്റൊരു സിസ്റ്റത്തിലേക്ക്. അതിലെന്ത് ചെയ്താൽ മതി? ഈ 1 എല്ലാം ചേഞ്ച് ചെയ്ത് സിസ്റ്റം 2 ആകുമ്പോൾ 2ലേക്ക് മാറ്റുന്നു. അപ്പൊ ഇവിടെ വരുന്ന ന്യൂമറിക്കൽ എന്താണ്? N2 into M2/A, L2/B, T2/C. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ്, നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട യൂണിറ്റിനെ അല്ലെങ്കിൽ രണ്ടാമത്തെ സിസ്റ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫോം ഓർത്തിരിക്കുക. അവിടെ പവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് 1ഉം 2ഉം ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ 5 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 5000 ഗ്രാം ആണെന്ന് നമുക്കറിയാം. ഇത് രണ്ടും തമ്മിൽ ഈക്വൽ അല്ലേ? അതെ. ഇപ്പൊ 5 കിലോഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും 4999 ഗ്രാം ആവില്ല, 5001 ഗ്രാം ആവില്ല, 6000 7000 2000 3000 ഒന്നും ആവില്ല. അത് 5000 ഗ്രാം തന്നെയാണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. അതായത് ആദ്യം തന്നിരിക്കുന്ന സിസ്റ്റം രണ്ടാമത് തന്നിരിക്കുന്ന സിസ്റ്റത്തിനോട് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും തമ്മിൽ ഈക്വൽ ആയിരിക്കണം എന്നല്ലേ? അതായത് N1 into M1/A, L1/B, T1/C is equal to N2 into M2/A, L2/B and T2/C. അപ്പം ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ കണ്ടീഷൻ ഉണ്ടായിരിക്കേണ്ടത്.
ഓക്കെ, ക്ലിയർ അല്ലേ? സോ അപ്പോൾ നമുക്കറിയാം ഇപ്പം ഇങ്ങനെ ഒരു വാല്യൂ ഇപ്പൊ നമുക്ക് 5000 ആണ് തന്നിട്ടില്ല, ആ സ്ഥാനത്ത് നമുക്ക് തരുന്നത് ഒരു ഡാഷ് ആണ്. ഇവിടെ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ തരുന്നത് ഇങ്ങനെ ഒരു ന്യൂമറിക്കൽ തന്നിട്ടുണ്ട്. ആദ്യം തന്നിരിക്കുന്ന സിസ്റ്റവും അതിന്റെ ന്യൂമറിക്കൽ, അതായത് N1 തന്നിട്ടുണ്ട്, അതിന്റെ ന്യൂമറിക്കൽ ആയിട്ടുള്ള നമുക്ക് ന്യൂമറിക്കൽ തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അതിന്റെ കിലോഗ്രാമിന്റെ ഡയമെൻഷൻ ആയിട്ട് നമ്മൾ M1/A, L1/B, T1/C ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഏത് സിസ്റ്റത്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നായിരിക്കും നമുക്ക് ആ ഡാഷ് കഴിഞ്ഞ് കാണുക. ഇപ്പൊ കിലോഗ്രാമിൽ നിന്നും ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതായത് M2/A, L2/B, T2/C ഇതാണ് നമുക്ക് പിന്നീട് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോം. അപ്പൊ N2 എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ആ N2 ആണ് ഇവിടെ വരുന്നത്. ഇതെന്താണ്? N1 ആണ്, ഇത് N2 ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോമിലേക്ക് മാറുമ്പോൾ അത് ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരിക? N2 ഈസ് ഈക്വൽ ടു എന്ന രീതിയിലേക്കാണ് മാറുക. അപ്പം ഇവിടെ N1 × M1/A, L1/B, T1/C ഈസ് ഈക്വൽ ടു N2 × M2/A, L2/B, T2/C യിൽ N2 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തില്ലേ? എങ്ങനെയാണ് വരിക? N1 × M1/A, L1/B, T1/C the whole divided by ഈ N2 ഇങ്ങോട്ടേക്ക് വന്നു, പിന്നെ ഉള്ളത് ബാക്കി എഴുതുക M2/A, L2/B, T2/C. അപ്പം ഇതായിരിക്കും നമുക്ക് N2 കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. പക്ഷെ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മോഡിഫൈ ചെയ്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്നാൽ ഇവിടെ M1/A, M2/A രണ്ടിന്റെയും പവേഴ്സ് ഈക്വൽ ആണ്, L1/B, L2/B പവേഴ്സ് ഈക്വൽ ആണ്, T1/C, T2/C രണ്ടിന്റെയും പവേഴ്സ് ഈക്വൽ ആണ്. അപ്പൊ ഞാൻ ഇതിനെ മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ N1 അത് അതേപോലെ കൊടുക്കുന്നു, എന്നിട്ട് ബ്രാക്കറ്റ് എഴുതി തുടങ്ങുവാണ് M1 by ഇവിടെ നമുക്ക് M2 ആണ് the whole raised to A അല്ലേ? രണ്ടിന്റെയും പവേഴ്സ് ഈക്വൽ ആയതുകൊണ്ട് M1 by M2 the whole raised to A എന്ന് കൊടുത്തു. അതുപോലെ തന്നെ അടുത്തത് കൊടുക്കുവാണ് L1 by L2 the whole raised to ഇവിടുത്തെ എന്താണ്? B ആണ്. അടുത്തത് വരുന്നത് T1 by T2 ആണ് the whole raised to C. അതിലെ N1 into M1 by M2 the whole raised to A into L1 by L2 the whole raised to B into T1 by T2 the whole raised to C. So this is the equation for find out the N2. അതായത് രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ ന്യൂമറിക്കൽ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. N1 into M1 by M2 the whole raised to A, L1 by L2 the whole raised to B ഇവിടെ എല്ലാം ഇൻറ്റു ഉണ്ട്, അതാണ് ബ്രാക്കറ്റ്സ് ഇട്ടിരിക്കുന്നത്, ഇൻറ്റു T1 by T2 the whole raised to C എന്നായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്താണ് നമുക്കിപ്പോൾ ഒരു സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു സിസ്റ്റത്തിന്റെ ന്യൂമറിക്കൽ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. 1 Newton ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. അപ്പോൾ നമുക്ക് ന്യൂട്ടൺ എന്നും ഡൈൻ എന്നും തന്നിട്ടുണ്ട്. ഡൈൻ നമുക്ക് ചിലപ്പോൾ കേട്ട് പരിചയം പോലും ഇല്ലായിരിക്കും, പക്ഷെ ആദ്യം തന്നിരിക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാമത് തന്നിരിക്കുന്ന യൂണിറ്റ് ഏതെങ്കിലും നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയായിരിക്കും. ഇവിടെ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് അല്ലെ? ഫോഴ്സിന്റെ ആണ്. അപ്പൊ ഈ ഡൈൻ എന്ന് പറയുന്നത് എന്തിന്റെ ആയിരിക്കും? ഫോഴ്സിന്റെ ആയിരിക്കും. കാരണം രണ്ട് ഈക്വലായി വരണേ, രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈക്വൽ ആവണ്ടേ. അപ്പൊ 1 ന്യൂട്ടൺ എന്ന് പറയുന്നതും ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ന്യൂമറിക്കലിന്റെ ഡൈൻ എന്ന് പറയുന്നതും രണ്ടും ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ഏത് സിസ്റ്റത്തിൽ പെടുന്നതാണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ SI സിസ്റ്റം യൂണിറ്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പം ഇത് SI സിസ്റ്റം ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിരിക്കും. ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ഡൈൻ. ഇപ്പൊ CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്ന സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ഡൈൻ. SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നുമാണ് നമുക്കിനി എന്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്? നമ്മുടെ ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂ N2 എന്ന് പറയുന്ന ഇവിടുത്തെ ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ഇക്വേഷൻ എഴുതുന്നില്ല. അതിനു മുമ്പായിട്ട് ഇപ്പം നമുക്കിവിടെ ഇക്വേഷനിൽ ആരൊക്കെയാണുള്ളത്? M ഉണ്ട്, L ഉണ്ട്, T ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ എല്ലാവിധ രീതിയിലുമുള്ള കൺവേർഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് SI സിസ്റ്റത്തിലും CGS സിസ്റ്റത്തിലുമുള്ള മാസിന്റെയും ലെന്തിന്റെയും ടൈമിന്റെയും യൂണിറ്റ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്കറിയാവുന്നതല്ലേ, മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, ലെന്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്, ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്, ടൈമിന്റെ CGS യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ്, ലെന്തിന്റേത് സെന്റിമീറ്റർ ആണ്, മാസിന്റേത് ഗ്രാം ആണ്. അപ്പം ഇത് നമുക്കറിയാം. ഇത് വെച്ച് വേണം
കാരണം ഇവിടെ നമുക്ക് SI സിസ്റ്റം ആണ് CG സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്. അത് വെച്ച് വേണം നമുക്ക് ഇവിടുത്തെ ന്യൂമറിക്കൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ബേസിക് പോയിന്റ് അഥവാ അത് ക്വസ്റ്റ്യൻ തരണമെന്നില്ല, നമുക്കത് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സ് ആണ്? ഫോഴ്സിന്റെ ആണ്. അപ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവേഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ്, m⁻1, l⁻1, t⁻⁻². ഇതാണല്ലോ ഫോഴ്സിന്റേത്. അപ്പം ഇത് വെച്ച് ഇതിന്റെ പവേഴ്സ് വെച്ചാണ് നമ്മൾ ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എഴുതുവാണ്. m2 is equal to m1 by m2 the whole raised to a, l1 by l2 the whole raised to b, t1 by t2 the whole raised to c. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ABC ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ N1 എന്ന് പറയുന്നത് എന്താണ്? N1 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ N1. ഏതാണ് ഇവിടുത്തെ N1? നമുക്ക് N2 കണ്ടുപിടിക്കുന്നത് ഇതാണ്. അപ്പൊ N1 എന്ന് പറയുന്നത് ഇതല്ലേ? ഇപ്പൊ N1 ഇപ്പം 1 ന്യൂട്ടൺ ആണ്. അപ്പൊ 1 ആണ് ഇവിടുത്തെ N1 എന്ന് പറയുന്നത്. ഇപ്പം 100 ന്യൂട്ടൺ ആണെങ്കിൽ അവിടുത്തെ N1 ഏതാന്ന് ചോദിച്ചാൽ 100 ആണ്. 68 ആണെങ്കിൽ അത് 68 ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ന്യൂമറിക്കൽ എന്താണോ അതാണ് ഈ N1. ഇവിടെ 1 ആണ്, സോ ഞാൻ 1 കൊടുത്തു. ഇനി M1 by M2. ഈ M1 by M2, M1 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഏതിൽ നിന്നാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതാണ് ഈ 1 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സിസ്റ്റം. 2 എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് M1 എന്ന് പറയുന്നത് ഇവിടെ വെച്ച് നോക്കുക എന്താണ്? SI യൂണിറ്റിൽ കിലോഗ്രാം ആണ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഏത് യൂണിറ്റിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ യൂണിറ്റിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ M1 അതിന്റെ യൂണിറ്റ് ഉപയോഗിച്ച് എഴുതാൻ. ഓക്കെ, അതായത് നമുക്ക് കിലോഗ്രാമിലായിട്ടാണ് എഴുതേണ്ടത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതിലേക്കാണ്? ഡൈൻ എന്ന ഇതിലേക്കാണ്. പക്ഷെ നമുക്ക് ഇവിടെ M2 എന്ന് പറയുന്നത് ഏതാണ്? CG സിസ്റ്റത്തിലെ ഗ്രാം ആണ്. അപ്പൊ നമ്മൾ ഈ ഗ്രാമിനെ ബേസ് ചെയ്ത് വേണം കിലോഗ്രാം എഴുതാൻ. അതായത് 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം ആണ്. അപ്പം ആ 1000 ഗ്രാം ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. 1000 ഗ്രാം എന്ന് എഴുതുന്നു. അത് കഴിഞ്ഞ് ബൈ നമുക്ക് ഏതിലേക്കാണ് ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ടത്? ഗ്രാം എന്ന് കൊടുക്കുന്നു. ഹോൾ റേസ് ടു a. ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് a. എമ്മിന്റെ പവർ ഇവിടെ എത്രയാണ്? 1 ആണ്. ആ 1 അവിടെ കൊടുക്കുന്നു. ഇനി ഇതേപോലെ തന്നെയാണ് ലെന്തിന്റെ കാര്യത്തിലും. L1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ്. അത് SI യൂണിറ്റ് ആണ്, അത് മീറ്റർ ആണ്. അപ്പൊ അത് CGS യൂണിറ്റിൽ നിന്ന് നോക്കുമ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. 100 സെന്റിമീറ്റർ ബൈ ഏതിലേക്കാണ്? സെന്റിമീറ്ററിലേക്കാണ് അത് കൊടുക്കുക. എന്നിട്ട് പവർ എത്രയാണ്? ഇവിടെ 1 ആണ്, ലെന്തിന്റെ 1 ആണ് കൊടുക്കുക. ഇനി ടൈം ആണ്. ടൈമിനെ നോക്കുവാണെങ്കിൽ CG സിസ്റ്റത്തിലും SI സിസ്റ്റത്തിലും SS എന്ന് തന്നെയാണ്. അപ്പം S by S എന്നാണ് കൊടുക്കുക. ദ ഹോൾ റേസ് ടു ഇവിടെ നമുക്ക് C തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ നമുക്ക് C ഉണ്ട്, -2 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് N2 കണ്ടുപിടിക്കാനുള്ളതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്രാമും ക്യാൻസലായി, സെന്റിമീറ്ററും ക്യാൻസലായി, സെക്കൻഡ് ക്യാൻസലായി. പിന്നെ അവിടെ എന്താ ഉള്ളത്? 1 ഉള്ളൂ അല്ലെ? S by S is equal to 1. ഇനി 1 into നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ തന്നെ ആയതുകൊണ്ട് 1 നമുക്ക് ഇനി എഴുതണ്ട. 1000 അതുപോലെ കൊടുക്കുക. 1000 raised to 1 ഉണ്ട്, ആ കാര്യം മറക്കരുത്. 1000 raised to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 തന്നെയാണ്. 1000 raised to 2, 1000 സ്ക്വയർ ആയിരുന്നേ 1000 into 1000 ആണ്. 1 ആയതുകൊണ്ട് 1000 എന്ന് തന്നെ എഴുതി. ഇൻറ്റു ഇനി സെന്റിമീറ്ററും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 100 ഉള്ളൂ. 100 മാത്രമല്ല, 100 raised to 1 ഉണ്ട്. 100 raised to 1 എന്ന് പറയുന്നതും 100 ആണ്. ഇൻറ്റു 1 by 1. സോറി, ഇവിടെ നമുക്ക് S by S എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. 1 മാത്രമല്ല, ഹോൾ റേസ് ടു -2 ഉണ്ട്. 1 raised to -2 എന്ന് പറയുന്നതും 1 തന്നെയാണ്. ഇതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 1 into 1 into 1 ആണ്. ടോട്ടൽ 5 zeros ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് 1 lakh ഡൈ എന്ന് പറയുന്നതാണ് 1 ന്യൂട്ടൺ. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 lakh ഡൈ എന്ന് കിട്ടി. പക്ഷെ ഇതിനെ സയന്റിഫിക്കലി ഒന്ന് നൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ എന്താണ് കിട്ടുക? 10ന്റെ പവർ ആയിട്ട് എഴുതുമ്പോൾ 1 2 3 4 5 ആകെ 5 zeros ഉണ്ട്. സോ 10 raised to 5 is equal to 1 ന്യൂട്ടൺ. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 10 raised to 5 ഡൈനാണ് കിട്ടി. ഓക്കെ, അപ്പം നമുക്കിപ്പോ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈനാണെന്ന് ചോദ്യം. അപ്പൊ അത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഇത് നമ്മളൊന്ന് എഴുതി വെക്കുക. ഇവിടെ MKS ആണെങ്കിൽ മാറും അല്ലെ? മീറ്ററും അങ്ങനെ ഓരോന്നനുസരിച്ച് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഏതാണോ വേണ്ടത് അതിന്റെ ഡയമെൻഷൻ ഇവിടെ ആവശ്യമാണ്.
അതുപോലെ ഓരോന്നും ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇത് ചെയ്യുക. പിന്നെ N1 എന്താണോ അത് ശ്രദ്ധിക്കുക. ചിലപ്പോൾ 10 ആണെങ്കിൽ അവിടെ 10 ആണ്, 1 എന്ന് കൊടുക്കരുത്. ഇവിടെ 1 ആയതുകൊണ്ടാണ് ഞാൻ 1 വെച്ച് ചെയ്തത്. അല്ലെങ്കിൽ ഈ 1 ഇതാ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 1 into 1 1 വരും. 1 into 100 100 100 into 1000 ചെയ്യുമ്പോൾ 1 lakh എന്ന് കിട്ടുന്നു. അപ്പൊ 1 lakh ഡൈൻ, അതായത് 10⁵5 ഡൈൻ എന്ന് കിട്ടുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡയമെൻഷണൽ അനാലിസിസിനെ പറയാനുള്ളത്. കൺവേർട്ടിംഗ് ദ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നവരെ താങ്ക് യു.